ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 5-ാമത് വാക്യം, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് ഇയ്യോബ് യഹോവയോട് പറയുകയാണ്. ദൈവത്തിനു വേണ്ടി വില കൊടുത്തു ജീവിക്കുന്ന, ജീവിതത്തിൽ നടന്നു നീങ്ങുവാൻ കഴിയാത്ത പ്രതികൂലത്തിൻ്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു കേൾവി കൊണ്ട് മാത്രം അറിവുള്ള ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കേട്ടറിഞ്ഞ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ജീവിതകാലം മുൻപോട്ട് കഴിക്കുന്ന ഒരു ചരിത്രമാണ് ആ വാക്കുകൾക്കുള്ളിൽ ഇയ്യോബ് വ്യക്തമാക്കുന്നത്. അറിവുകൾ വ്യത്യസ്തമാണ്. കേൾവി കൊണ്ട്, കാഴ്ച കൊണ്ട്, ഗ്രഹണം കൊണ്ട് ഒക്കെ വ്യത്യസ്തമായ നിലകളിൽ അറിവുകൾ നിലനിൽക്കുമ്പോൾ ഇയ്യോബ് പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ രുചിച്ചിട്ടില്ല, ഞാൻ തൊട്ടിട്ടില്ല, ഒരു കേൾവി മാത്രമാണ് എനിക്കുള്ളത് എന്നോർപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ 12 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ, അവൾ അശുദ്ധിയാകൊണ്ട് പൊതുജനത്തിൻ്റെ മുൻപിൽ ഇറങ്ങിപ്പോകുവാനോ ആ നിലകളിൽ ജീവിപ്പാനോ കഴിയാത്തവളായി, അവൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും സൗഖ്യമുണ്ടാകാഴിക കൊണ്ട് അവൾ അകത്തളത്തിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വരാതെ പാർക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് അവൾ നസ്രേനായ യേശുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിലൂടെയുള്ള സൗഖ്യത്തെക്കുറിച്ചുമുള്ള ഒരു കേൾവി അവിടെ കാതിനകത്ത് വന്നു പ്രവേശിപ്പാൻ ഇടയായി തീർന്നത്. നസ്രേനായ യേശുവിനെക്കുറിച്ചുള്ള ആ 12 സംവത്സരമായി രക്തസ്രാവമുള്ള സ്ത്രീയുടെ കേൾവി അവിടെ ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ച് അവൾ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ച് ആ സൗഖ്യദായകനായ യേശുവിനെക്കുറിച്ചുള്ള കേൾവിപ്രകാരം യേശുവിനെ ഒന്ന് തൊടയണമെന്നും യേശുക്രിസ്തുവിലൂടെയുള്ള സൗഖ്യം പ്രാപിക്കണമെന്നും അവൾ ആഗ്രഹിക്കുകയും ആ ഒരു സമയത്തിനായി അവൾ കാത്തിരിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെ അവൾ ആയിരിക്കുന്ന മണ്ഡലത്തിനകത്തിരിക്കുമ്പോൾ യേശു അവളുടെ പട്ടണം വഴിയായി കടന്നു വരുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ട് അവൾ ആളുമാറി യേശു വന്നെത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് കടന്നു പോകുവാനും യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവൾ തൊടുവാനും ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിപ്പാനും ഇടയായി തീർന്നു. എന്നെ തൊട്ടതാര് എന്ന് യേശു ചോദിക്കുകയും യേശുവിൻ്റെ മുമ്പിൽ അവളെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതായ സന്ദർഭവും ആ വാക്യങ്ങൾക്കുള്ളിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഈ വാക്യങ്ങളിലൂടെ ഞാൻ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ആ രക്തസ്രാവം നിമിത്തം മറ്റുള്ളവർ മുമ്പിൽ എത്തിപ്പെടാൻ കഴിയാതെ ഭവനത്തിൻ്റെ അകത്തളത്തിലിരിക്കുന്ന ഈ സ്ത്രീയെ യേശുവിനെക്കുറിച്ചുള്ളൊരു കേൾവി മാത്രം വച്ച് അവൾ പ്രാർത്ഥിച്ചതുകൊണ്ട് യേശുക്രിസ്തുവിനെ നേരിൽ കാണുവാനും യേശുക്രിസ്തുവിലൂടെയുള്ള അത്ഭുത സൗഖ്യം പ്രാപിപ്പാനും അവളുടെ പിൽക്കാലഘട്ടങ്ങളിൽ ദൈവത്തിനു വേണ്ടി ജീവിപ്പാനുമുള്ള സാവകാശം അവൾക്ക് ലഭ്യമായി എന്നുള്ളത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും
ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ കേൾവിയിലൂടെ ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും കേൾവി കൊണ്ട്, ന്യായപ്രമാണം കൊണ്ട്, ജീവിതാനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ദൈവത്തെ ആഴമായി വിശ്വസിപ്പാനും ആ നിലയിൽ നിലനിൽപ്പാനും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഒരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ കേട്ടറിഞ്ഞ് ഞങ്ങളുടെ ദൈവം, ന്യായപ്രമാണ പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞ് ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ ഓരോ മേഖലകളിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവം, സാക്ഷാൽ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണം. ആ ദൈവാനുഗ്രഹം ഞങ്ങളുടെ മേൽ പകരണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.